ഹലോ, വെൽക്കം ബാക്ക്. ഉണ്ണിമാഷിൻ്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 കെമിസ്ട്രിയിലെ യൂണിറ്റ് 2 സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ ഡിസ്കഷനിലാണ് നമ്മൾ. അതിൻ്റെ 3 പാർട്ടുകൾ നമ്മൾ പിന്നിട്ടു. അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡെവലപ്മെൻറ്റ്സ് ലീഡിങ് ടു ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡലിലേക്ക് നയിച്ച സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ദാറ്റ് ഈസ് ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണ്? അതിന് ഡ്യുവൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾ നേച്ചറും വേവ് ക്യാരക്ടറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പാർട്ടിക്കിൾ ക്യാരക്ടർ കൊണ്ടും വേവ് ക്യാരക്ടർ കൊണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഡെവലപ്മെൻറ്റ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ദാറ്റ് ഈസ് എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം അറ്റോമിക് സ്പെക്ട്രം. അറ്റോമിക് സ്പെക്ട്രത്തിൽ നിന്ന് കിട്ടിയ പരീക്ഷണ ഫലങ്ങൾ. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ ചില കാര്യം പറയാം. When a ray of white light is passed through a prism, we get a series of colored bands called spectrum. This spectrum is called continuous spectrum. നമ്മളൊരു ധവളപ്രകാശം, നമ്മുടെ സൂര്യപ്രകാശം ഒരു പ്രിസത്തിലൂടെ കടത്തി വിടുകയാണെങ്കിൽ അത് 7 കളറുള്ള ഒരു സെറ്റായിട്ടത് സ്പ്ലിറ്റ് ചെയ്യുന്നു, വിഘടിക്കുന്നു. നമുക്കറിയാം, നമ്മൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജോർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? അത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞു, അതിന് സോളാർ സ്പെക്ട്രം, വിസിബിൾ സ്പെക്ട്രം എന്നൊക്കെ പറയും, ഇല്ലേ? അപ്പോൾ ഈ 7 കളറുകൾ നമ്മൾ ഉൾപ്പെടുന്ന സോളാർ സ്പെക്ട്രം അഥവാ വിസിബിൾ സ്പെക്ട്രം കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. എന്തുകൊണ്ടാണ്? ഈ 7 കളേഴ്സ്, അല്ലേ, ദി 7 കളേഴ്സ് അപ്പിയേഴ്സ് വിത്തൗട്ട് എനി ഗ്യാപ്പ്. ഇടയിൽ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പരസ്പരം ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ കളറുകൾ നമുക്ക് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. നമുക്ക് ഓരോ കളറും മറ്റുള്ളതിൽ നിന്ന് വേർതിരിച്ചറിയുന്ന ഒരു ബൗണ്ടറി ഒന്നും അവിടെ ഇല്ല, അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് കോൾഡ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം. ഇതേമാതിരി തന്നെ വെൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻട്രാക്ട്സ് വിത്ത് മാറ്റർ, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് മേ അബ്സോർബ് എനർജി ആൻഡ് റീച്ച് ടു higher energy unstable state called excited state. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മാറ്ററുമായിട്ട്, പദാർത്ഥവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ അതിലത്തെ ആറ്റംസും മോളിക്യൂളുകളും ഊർജം ആഗിരണം ചെയ്യുകയും സ്വീകരിക്കുകയും അവ ഒരു ഹൈ എനർജി എന്ന് പറയുമ്പോൾ അൺസ്റ്റേബിൾ ആണ്, അല്ലേ? സ്ഥിരത കുറവുള്ള ഒരു അവസ്ഥയാണ്. ഹൈ എനർജി അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. അതിനെ പറയുന്ന പേര് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഉത്തേജിക്കപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി ദേ എമിറ്റ് റേഡിയേഷൻസ് ഇൻ ദ ഫോം ഓഫ് സ്പെക്ട്രം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് അവ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്നു പറഞ്ഞു. ആദ്യം ഉണ്ടായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്, അതിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തുകയും അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അവ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി അവ തിരിച്ച് താഴോട്ടേക്ക് തന്നെ വരുമ്പോൾ എന്താവും? അവ റേഡിയേഷൻസിൻ്റെ രൂപത്തിൽ ഊർജത്തിനെ പുറത്തേക്ക് വിടുന്നു. അത് ഒരു സ്പെക്ട്രം രൂപത്തിലാണ് നമുക്ക് കിട്ടുക. സച്ച് സ്പെക്ട്രം ഈസ് കോൾഡ് അറ്റോമിക് സ്പെക്ട്രം ഓർ ലൈൻ സ്പെക്ട്രം. ദേ ആർ ട്രീറ്റഡ് ആസ് ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന സ്പെക്ട്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ധാരാളം ലൈനുകളാണ്. ദാറ്റ് ഈസ് ഷാർപ്പ് വെൽ ഡിഫൈൻഡ് ലൈൻസ് ആർ ഒബ്സർവ്ഡ്. അപ്പോൾ നമ്മളിതിനെ നമ്മൾ എമിഷൻ സ്പെക്ട്രം എന്നോ അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്രം എന്നോ അറ്റോമിക് സ്പെക്ട്രം എന്നൊക്കെ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് പ്രത്യേകത കാണാം. നമുക്കത് ലൈനുകളായിട്ടാണ് കാണുന്നത്. ഷാർപ്പ് വെൽ ഡിഫൈൻഡ് ലൈൻസ് ആണ്, അല്ലേ? അതായത് ഇങ്ങനെ ഓരോ ലൈനുകളും നമുക്ക് കൃത്യമായി വേർതിരിച്ച് കാണാൻ കഴിയും. നമ്മൾ സോളാർ സ്പെക്ട്രത്തിൻ്റെ മേലെ അവസ്ഥ നോക്കിയാട്ടെ, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം, ഇല്ലേ? പക്ഷേ ഇവിടെ എമിഷൻ സ്പെക്ട്രം അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്രം, അറ്റോമിക് സ്പെക്ട്രം ഒക്കെ നമുക്ക് കാണുന്നത് ഓരോ ലൈനുകളും നമുക്ക് വേർതിരിച്ച് കൃത്യമായിട്ട് അവയ്ക്കിടയിൽ ഒരു ഡാർക്ക് ഗ്യാപ്പ്, സ്പേസ് ഓരോന്നിനിടയിലും കാണാൻ കഴിയും. നമുക്ക് കൃത്യമായി വേർതിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അറ്റോമിക് സ്പെക്ട്രത്തിനെ നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നല്ല പറയാം, ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നാണ് പറയാം. ഓക്കെ, ഇനി ഈ അറ്റോമിക് സ്പെക്ട്രം തന്നെ 2 തരത്തിലുണ്ട് യഥാർത്ഥത്തിൽ. അബ്സോർപ്ഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രവും. അത് നമ്മൾ ഫോട്ടോയും നെഗറ്റീവും തമ്മിലുള്ള റിലേഷൻ പോലെയാണ്. അതായത് ഇപ്പോൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണെങ്കിൽ കളറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ലൈനുകൾ രൂപത്തിലാണ് കാണുന്നതെങ്കിൽ എമിഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കളേർഡ്
ലൈൻസിൻ്റെ രൂപത്തിലാണ് കാണപ്പെടുക. നമ്മളിപ്പോൾ തൽക്കാലം എമിഷൻ സ്പെക്ട്രത്തിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ എലമെൻറ്റിനും നമ്മൾ ഏത് എലമെൻ്റാണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്ക് 115 മീറ്ററോളം എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ, ആ ഓരോ എലമെൻറ്റിൻ്റെയും സ്പെക്ട്രം ദേ ആർ യുണീക്ക്. ഓക്കെ, സോ ലൈൻ സ്പെക്ട്ര ആർ ആൾസോ കാൾഡ് ഫിംഗർ പ്രിൻ്റ് ഓഫ് ആറ്റംസ്. നമുക്ക് മനുഷ്യന്മാരുടെ കാര്യത്തിൽ ഓരോരുത്തരുടെ ഫിംഗർ പ്രിൻറ്റും മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അല്ലേ, ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്, യുണീക്കാണ്, തനത് ഫിംഗർ പ്രിൻറ്റുകളാണ് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ കുറ്റകൃത്യങ്ങളൊക്കെ തെളിയിക്കുന്നത് അല്ലേ. അപ്പോൾ അതേമാതിരി ഓരോ എലമെൻറ്റിൻ്റെയും സ്പെക്ട്രം വ്യത്യസ്ത തരത്തിലായതുകൊണ്ട്, ഒന്നിനൊന്ന് പരസ്പരം വേർതിരിച്ച് വ്യത്യസ്തമായി കാണുന്നതുകൊണ്ട് നമുക്ക് ഈ ലൈൻ സ്പെക്ട്രം ഓഫ് ആറ്റത്തിനെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഓഫ് ആറ്റമായിട്ട് പരിഗണിക്കാൻ പറ്റും. കാരണം ആ എലമെൻറ്റിനെ കുറിച്ചുള്ള പഠനം കൃത്യമായി നടത്താൻ, മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് പഠിക്കാൻ നമുക്ക് ഈ എമിഷൻ സ്പെക്ട്രം ഉപയോഗിക്കാൻ കഴിയും. ദാറ്റ്സ് വൈ ദിസ് എമിഷൻ സ്പെക്ട്രം ആർ ആൾസോ കോൾഡ് ഫിംഗർ പ്രിൻ്റ് ഓഫ് ആറ്റംസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 120 എലമെൻറ്റ്സ് ഉണ്ട് ഇല്ലേ. അപ്പോൾ ഓരോ എലമെൻറ്റിനെയും സ്പെക്ട്രം നമുക്ക് പഠിക്കാൻ നമുക്ക് സമയമില്ല. നമ്മളെന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഫസ്റ്റ് സിമ്പിൾ എലമെൻ്റ് ഉണ്ട് ഇല്ലേ, ആദ്യത്തെ അറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ, അതിൻ്റെ സ്പെക്ട്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ധാരാളം ലൈനുകൾ കാണാൻ കഴിയും, ഒരുപാട് ലൈനുകൾ കാണാൻ കഴിയും. ഇതേമാതിരി ആ ലൈനുകളെയൊക്കെ നമുക്ക് 5 സെറ്റായിട്ട് അല്ലെങ്കിൽ 5 സീരീസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ കഴിയും. ഓക്കെ, ദ ഹൈഡ്രജൻ സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ലൈൻസ്, ദേ ആർ ഗ്രൂപ്പ്ഡ് ഇൻടു 5 സീരീസ്. ഓക്കെ, അവയുടെ പേരുകൾ പഠിക്കാം. ലൈമാൻ സീരീസ്, 2 ബാൾമർ സീരീസ്, 3 പാസ്കൺ സീരീസ്, 4 ബ്രാക്കറ്റ് സീരീസ്, 5 ഫണ്ട് സീരീസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 5 ലൈനുകൾ നല്ല അർത്ഥം, ഓരോ സീരീസിലും ഒരു സെറ്റ് ഓഫ് ലൈനുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഹൈഡ്രജൻ്റെ തന്നെ ലൈൻ സ്പെക്ട്രത്തിലെ ഓരോ ലൈനുകളും നമുക്ക് ഏത് സ്പെക്ട്രൽ റീജിയനിലാണ് വരുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ സ്പെക്ട്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ആ സ്പെക്ട്രൽ റീജിയനിൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻസിൻ്റെ ആ റേഞ്ചിലാണ് ലൈമാൻ സീരീസിലെ ലൈനുകൾ കാണപ്പെടുക. വിസിബിൾ റീജിയൻ ഉണ്ടായിരുന്നു, അവിടെയാണ് ബാൾമർ സീരീസ് ഉള്ളത്. ഇൻഫ്രാറെഡ് റീജിയനിലാണ് പാസ്കൺ, ബ്രാക്കറ്റ്, ഫണ്ട് സീരീസുകൾ കാണപ്പെടുന്നത്. അപ്പോൾ വിസിബിൾ റീജിയനിൽ ഉള്ള ഒരേയൊരു ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈൻ ആണ് ഏത്, ബാൾമർ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ റിഡ്ബർഗ് എന്നുള്ള സയൻറ്റിസ്റ്റ് ഒരു ഇക്വേഷൻ അദ്ദേഹം കണ്ടെത്തി. ദാറ്റ് ഈസ് കോൾഡ് റിഡ്ബർഗ് ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ വേവ് നമ്പർ ഓഫ് ലൈൻസ് ഒബ്സർവ്ഡ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈനുകളുടെ വേവ് നമ്പർ, അതായത് 1/λ ആണ് വേവ് നമ്പർ, നമുക്കറിയാം അല്ലേ. അത് കാണേണ്ട ഇക്വേഷൻ ദാറ്റ് ഈസ് nu bar or 1/λ equal to RH into 1/n1 square minus 1/n2 squared, where RH is called Rydberg constant. അതിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കൂ, 109677 അല്ലേ. ഓക്കെ, 1,09,677 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ലാംഡ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എമിറ്റഡ് ആണ്. അതിൻ്റെ 1/λ പറഞ്ഞാൽ ന്യൂ ബാർ, അതായത് വേവ് നമ്പർ. അതിൽ n1ഉം n2ഉം ദേ ആർ ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ് ഫ്രം 1 to infinity, where n2 always greater than n1. If n1 equal to 1, then n2 equal to 2, 3, 4 etc. means n2 always greater than n1 അല്ലേ. ഇവിടെ n1ഉം n2 നമ്മളിപ്പം ജസ്റ്റ് മനസ്സിലാക്കുക, ദേ കറസ്പോണ്ട്സ് ടു ദ അലൗഡ് എനർജി ലെവൽസ് ഫോർ ആറ്റം. ഓക്കെ, വ്യത്യസ്ത എനർജി ലെവലുകളാണെന്ന് മനസ്സിലാക്കുക. റൈറ്റ്, ഇനി നമുക്ക് ഒന്നുകൂടി ആ സീരീസുകൾ നോക്കിക്കഴിഞ്ഞാൽ ലൈമാൻ, ബാൾമർ, പാസ്കൺ, ബ്രാക്കറ്റ്, ഫണ്ട്, അവയുടെ ആ എനർജി ലെവൽ വാല്യൂ നോക്കിയാട്ടെ. ലൈമാൻ 1 ആണ്, അപ്പോൾ n1 വാല്യൂ, അതിന് n2 വാല്യൂ n1നേക്കാളും കൂടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 2, 3, 4 എക്സെട്ര. ഓക്കെ, ബാൾമറിൻ്റെ n1 വാല്യൂ 2 ആണെങ്കിൽ 2നേക്കാൾ കൂടിയ വാല്യൂ ആണ് n2ന് വേണ്ടത്, 3, 4, 5 എക്സെട്ര. പാസ്കൺ n1 3, n2 4, 5, 6 എക്സെട്ര. ബ്രാക്കറ്റ് n1 4, n2 5, 6, 7 എക്സെട്ര. ഫണ്ട് സീരീസിൽ അതിൻ്റെ n1 വാല്യൂ 5, n2 വാല്യൂ 6, 7, 8 എക്സെട്ര. നമുക്കത് വെച്ചുകൊണ്ടൊരു പ്രോബ്ലം ചെയ്യാം.
What are the wave number and wavelength of a photon emitted during a transition of an electron from n equal to 5 state to the n equal to 2 state in the hydrogen atom? n equal to 5 എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിൽ നിന്ന് n equal to 2 എന്ന് പറഞ്ഞ എനർജി സ്റ്റേറ്റിലേക്ക് ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ തിരിച്ചു വരുമ്പോൾ, ഓക്കെ, എന്ന് പറഞ്ഞാൽ എനർജി ലെവലാണ് പറഞ്ഞു. 5ാമത്തെ എനർജി ലെവലിൽ നിന്ന് 2ാമത്തെ എനർജി ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ വരുന്നു, ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു അവ റേഡിയേഷൻ രൂപത്തിൽ എനർജിയെ എമിറ്റ് ചെയ്യണം, അല്ലേ? റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോണാണ്. അങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോണിൻ്റെ വേവ് നമ്പറും വേവ് ലെങ്ത്തും എത്രയായിരിക്കും? ഓക്കെ, 5th എനർജി സ്റ്റേറ്റിൽ നിന്ന് 2nd എനർജി സ്റ്റേറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ വരുമ്പോൾ അത് പുറപ്പെടുവിക്കുന്ന റേഡിയേഷൻ്റെ വേവ് നമ്പറും വേവ് ലെങ്ത്തും എത്രയായിരിക്കും? റൈറ്റ്, ക്ലിയർ? നമുക്കതിൻ്റെ സൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിഡ്ബർഗ് ഇക്വേഷൻ നമുക്കറിയാം. ന്യൂ ബാർ ഈക്വൽ ടു, അല്ലേ, 1,09,677 ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ 5th നിന്ന് 2nd വരുന്നത്. നമുക്ക് എന്താവണം ഇപ്പോൾ? n2 ഷുഡ് ബി ആൾവേസ് ഗ്രേറ്റർ ദാൻ n1. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറഞ്ഞ വാല്യൂ ആയിട്ടുള്ള 2 എന്നുള്ളത് n1 ആയിട്ടും 5 എന്ന് പറയുന്നത് n2 ആയിട്ട് എടുക്കുക. ന്യൂ ബാർ ഈക്വൽ ടു 109677 ഇൻറ്റു 1/2 സ്ക്വയർ മൈനസ് 1/5 സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ, ഓക്കെ, 2332.17 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിന് ആൻസർ കിട്ടുന്നു. ഓക്കെ, റൈറ്റ്. അപ്പോൾ ക്വസ്റ്റൻ്റെ ഒന്നാമത്തെ പാർട്ടായി. രണ്ടാമത്തെ പാർട്ട് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. വേവ് ലെങ്ത് ഈക്വൽ ടു 1/ന്യൂ ബാർ. ന്യൂ ബാർ ഈക്വൽ ടു 1/λ ആണെങ്കിൽ ലാംഡ ഈക്വൽ ടു 1/ന്യൂ ബാർ. 1/23032.17 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 4.34 ഇൻറ്റു 10⁻⁻⁵ സെൻറ്റിമീറ്ററിന് റിസൾട്ട് കിട്ടുന്നു. ക്ലിയർ? ഇനി നിങ്ങൾക്കുള്ള അസൈൻമെൻ്റ് ആണ്. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ലൈൻ ഇൻ ലൈമാൻ സീരീസ് ഓഫ് ദ ഹൈഡ്രജൻ സ്പെക്ട്രം. റിഡ്ബർഗ് കോൺസ്റ്റൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ലൈമാൻ സീരീസിലെ ഹൈഡ്രജൻ്റെ ലൈമാൻ സീരീസിലെ ഫസ്റ്റ് ലൈനിൻ്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാണ് ക്വസ്റ്റ്യൻ. ഞാനൊരു ഹിൻറ്റ് തരാം. ഫോർ ദ ഫസ്റ്റ് ലൈൻ ഇൻ ലൈമാൻ സീരീസ് n1 ഈക്വൽ ടു 1 ആൻഡ് n2 ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ നമുക്ക് n2ൻ്റെ വാല്യൂ 2, 3, 4, 5, 6 ഒക്കെ ആവാം. പക്ഷേ ഫസ്റ്റ് ലൈനിനെ സംബന്ധിച്ചിടത്തോളം n1 1ഉം n2 2 ആണ്. വേവ് നമ്പർ ന്യൂ ബാർ ഈക്വൽ ടു 1/λ, that is 1,09,677 into 1/n1 square minus 1/n2 square, that is n1 1 ഉണ്ട്, n2 2 എന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. വേവ് ലെങ്ത് ഈക്വൽ ടു 1/ന്യൂ ബാർ, അതും കാൽക്കുലേറ്റ് ചെയ്യല്ലോ. റൈറ്റ്. ദെൻ ഈ അറ്റോമിക് സ്പെക്ട്രത്തിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്നും അടിസ്ഥാനത്തിൽ ആ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നീൽസ് ബോർ തൻ്റെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു. ദറ്റ് ഈസ് ബോർ ആറ്റം മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം എന്നാണ് നമ്മൾ പറയാം. അതിലത്തെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ് പ്രസ്താവനകൾ നമുക്ക് പഠിക്കാം. ഒന്ന്, ദ ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം ക്യാൻ മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലാർ പാത്ത് ഓഫ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. ഓക്കെ, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത ഊർജവും ആരവുമുള്ള റേഡിയസുള്ള വൃത്താകൃതിയുള്ള പാതയിലൂടെ ആണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഈ വൃത്താകൃതിയുള്ള വഴിയെ നമ്മൾ ഓർബിറ്റ് ഓർ സ്റ്റേഷനറി സ്റ്റേറ്റ് ഓർ അലൗഡ് എനർജി സ്റ്റേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, റുദർഫോർഡ് പറഞ്ഞതും ബോർ ആറ്റം മോഡൽ പറഞ്ഞതും തമ്മിൽ വ്യത്യാസം എന്താണ്? അവിടെ ജസ്റ്റ് റുദർഫോർഡ് മോഡലിൽ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലാർ പാത്തിൽ സഞ്ചരിക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നീൽസ് ബോർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു സർക്കുലാർ പാത്ത് ഓഫ് ഫിക്സഡ് റേഡിയസ് ആൻഡ് ഡെഫിനറ്റ് എനർജി. ഓക്കെ, റൈറ്റ്. ദീസ് പാത്സ് ആർ കാൾഡ് ഓർബിറ്റ്സ്. ഓക്കെ, ഈ ഓർബിറ്റുകളെ നമ്മൾ 1, 2, 3 എക്സെട്രാ നമ്പർ കൊണ്ട് സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ KLMN ആൽഫബറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നു. ഈ 1, 2, 3 എക്സെട്രാ നമ്പേഴ്സിനെ നമ്മൾ
പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, റെഡി? അതടുത്ത ഇതിൽ ക്വാണ്ടം നമ്പേഴ്സിൽ ക്ലിയർ ആവും. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റുലേറ്റ് ആണ്. ദ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ദ ഓർബിറ്റ് ഡസൻറ്റ് ചേഞ്ച് വിത്ത് ദ ടൈം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ദ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് കോൺസ്റ്റൻറ്റ്, അല്ലേ, ആസ് ലോങ് ആസ് ഇറ്റ് റിമൈൻസ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്. ഒരു ഓർബിറ്റിൽ നിൽക്കുന്ന കാലത്തോളം ആ ഇലക്ട്രോണിൻ്റെ ഊർജം സ്ഥിരമായിരിക്കും, മാറ്റമില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് റുദർഫോർഡ് ആറ്റം മോഡലിന് വ്യത്യാസമാണ്. അതായത് റുദർഫോർഡ് ആറ്റം മോഡൽ നമ്മൾ കണ്ടു, എന്താണ്, അതിൽ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് അത് ന്യൂക്ലിയസ് പോയി വീഴുന്ന ഒരവസ്ഥ വന്നു, അല്ലേ? ഇവിടെ അതില്ല. കാരണം ഒരു ഓർബിറ്റിലുള്ള കാലത്തോളം അതിൻ്റെ ഊർജ്ജം കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എനർജി കുറഞ്ഞു കുറഞ്ഞു വന്ന് അത് ന്യൂക്ലിയസ് പോയി വീഴുന്നു എന്ന് പറയുന്ന, ആറ്റംസ് അൺസ്റ്റേബിൾ ആവുന്നു എന്ന് പറയുന്ന ആ പ്രശ്നം ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ when an electron absorbs energy, it will move away from the nucleus, and when it loses energy, it will move towards the nucleus. ഊർജത്തെ അത് സ്വീകരിച്ചുകൊണ്ട് ആ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്നും അകന്ന് ഒരു ഉന്നത ഊർജമുള്ള ഓർബിറ്റിലേക്കത് പോകുന്നു. ഇനി അവിടുന്ന് ഊർജത്തിനെ പുറപ്പെടുവിച്ചുകൊണ്ട്, പുറത്തേക്ക് വിട്ടുകൊണ്ട്, നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് ഉന്നതമായ ഓർബിറ്റിൽ നിന്ന് താഴ്ന്ന ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ തിരിച്ചു വരാനും പറ്റും. അപ്പോൾ താഴെയുള്ള ഓർബിറ്റിൽ നിന്ന് മുകളിലെ ഓർബിറ്റിലേക്ക് ഓടുന്നുണ്ടെങ്കിൽ എനർജീനെ അബ്സോർബ് ചെയ്യണം. മുകളിലെ ഓർബിറ്റിൽ നിന്ന് താഴെയുള്ള ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ പോകണമെന്നുണ്ടെങ്കിൽ അത് ഊർജത്തിനെ പുറത്തേക്ക് നഷ്ടപ്പെടുത്തണം എന്നർത്ഥം. 3. The energy of radiation absorbed or emitted when transfer of electron occurs between two stationary states that differ in energy by delta E is given by h nu equal to delta E, that is equal to E2 minus E1 or nu equal to E2 minus E1 by h. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റുലേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു ഓർബിറ്റിൽ നിന്ന് താഴത്തെ ഓർബിറ്റിൽ നിന്ന് അത് ഉയർന്ന ഓർബിറ്റിലേക്ക് പോകാം, അല്ലെങ്കിൽ ഉയർന്ന ഓർബിറ്റിൽ നിന്ന് താഴത്തെ ഓർബിറ്റിലേക്ക് തിരിച്ചു വരാം. അപ്പോഴത് അബ്സോർബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നതായിട്ടുള്ള എനർജിയുടെ അളവ് എന്ന് പറഞ്ഞാൽ അത് ആ രണ്ട് ഓർബിറ്റിൻ്റെയും എനർജികളുടെ ഡിഫറൻസിന് തുല്യമായിരിക്കും. ഇപ്പോൾ 2 എന്ന് പറയുന്ന ഓർബിറ്റിൽ നിന്ന് 1 എന്ന് പറയുന്ന ഓർബിറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ 1 എന്നുള്ളതിൽ നിന്ന് 2ലേക്ക് പോകുന്നു, അല്ലെങ്കിൽ 2ൽ നിന്ന് 1ലേക്ക് തിരിച്ചു വരുന്നു. ആ രണ്ട് ഓർബിറ്റിൻ്റെയും എനർജി E2ഉം E1 ആണെങ്കിൽ ഓക്കെ, ആ 2നും 1നും ഇടയിൽ ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്ന, പുറപ്പെടുവിക്കുന്നതോ അബ്സോർബ് ചെയ്യുന്നതായിട്ടുള്ള എനർജിയുടെ അളവ് h nu എന്ന് പറഞ്ഞാൽ E2 മൈനസ് E1 രണ്ട് ഓർബിറ്റിൻ്റെയും എനർജിയുടെ ഡിഫറൻസിന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? nu ഈക്വൽ ടു E2 മൈനസ് E1 ബൈ h, where E1 and E2 are energies of lower and higher energy levels respectively. This expression is commonly known as Bohr frequency rule. 4. The angular momentum of an electron is an integral multiple of h by 2 pi. Means MEVR equal to NH by 2 pi. എന്താ ആംഗുലർ മൊമെൻ്റം എന്ന് പറഞ്ഞാൽ? സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് മൊമെൻ്റമുണ്ട്, ആക്കമുണ്ട്, അല്ലേ? മാസ് എമ്മും വി വെലോസിറ്റി ആണെങ്കിൽ m×v ആണ് അതിൻ്റെ മൊമെൻ്റം, അഥവാ മലയാളത്തിൽ ആക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വൃത്താകൃതി സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മൊമെൻ്റമാണ് ആംഗുലാർ മൊമെൻ്റം എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു അത് സഞ്ചരിക്കുന്ന വൃത്താകൃതിയുള്ള പാതയുടെ റേഡിയസ് ആയിരിക്കും r. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ സംബന്ധിച്ചിടത്തോളം വേർ m ഈസ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ, v ഈസ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആൻഡ് r ഈസ് ദ റേഡിയസ് ഓഫ് ബോർ ഓർബിറ്റ്. അപ്പോൾ ഇവിടെ മൂന്നിൻ്റെയും ആ ഒരു ഓർബിറ്റിൻ്റെ റേഡിയസ് ആറും വെലോസിറ്റി വിയും മാസ് ഓഫ് ഇലക്ട്രോൺ m/e ആണെങ്കിൽ m×v/r ഈസ് ദ ആംഗുലാർ മൊമെൻ്റം ഓഫ് ഇലക്ട്രോൺ. അത് എന്തായിരിക്കും? അത് h/2π ഇൻ്റഗ്രൽ മൾട്ടിപ്പിളുകളായിരിക്കും. അപ്പോൾ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻ്റം m×v/r h/2π പൂർണ്ണസംഖ്യാ ഗുണിതങ്ങൾ ആയിരിക്കും. ഓക്കെ,
എന്ന് പറഞ്ഞാൽ വേർ n ഈക്വൽ ടു 1 2 3 എക്സെട്ര ഓൺലി മീൻസ് ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം എന്നിന് 1 കൊടുത്താൽ h/2π, 2 കൊടുത്താൽ 2h/2π, 3 കൊടുത്താൽ 3h/2π. ഈ വിലകൾ മാത്രമേ ആംഗുലർ മൊമെൻറ്റത്തിന് ഉണ്ടാവാൻ പാടുള്ളൂ. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്. ഇത് നമ്മൾ ഈ ബോർ ആറ്റം മോഡലിൻ്റെ മെറിറ്റും ഡിമെറിറ്റ്സും അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം മെറിറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു മെറിറ്റ് ഇതാണ്, എക്സ്പ്ലനേഷൻ ഓഫ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ധാരാളം ലൈനുകൾ കാണപ്പെടുന്നുണ്ട് ഇല്ലേ? ഓരോ ലൈനുകളും ഒന്നിനൊന്ന് പരസ്പരം മുട്ടാതെ ഗ്യാപ്പോട് കൂടിയിട്ട് കാണുന്ന ഷാർപ്പ് വെൽ ഡിഫൈൻഡ് ലൈൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഒരു വിശദീകരണം നമ്മുടെ ബോർ ആറ്റം മോഡൽ നമുക്ക് തരുന്നു. നമുക്കറിയാം, ദ എനർജി ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് വെൻ ട്രാൻസിഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷണറി സ്റ്റേറ്റ്സ് ദ ഡിഫറൻറ്റ് എനർജി by delta is given by h nu equal to E2 minus E1 or nu equal to E2 minus E1 by h. റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. E2 എനർജിയുള്ള ഒരു ഓർബിറ്റ്, E1 എനർജിയുള്ള ഒരു ഓർബിറ്റ്, അവയ്ക്കിടയിൽ ഒരു ഇലക്ട്രോൺ ട്രാൻസിഷൻ ജമ്പിങ് ഒന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോഴോ അവ എമിറ്റ് ചെയ്യുന്നതോ അബ്സോർബ് ചെയ്യുന്നതായിട്ടുള്ള റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ന്യൂ ആണ് E2 മൈനസ് E1 ബൈ h. നമുക്കറിയാം ഓരോ ഓർബിറ്റിനും നിശ്ചിത ഊർജ്ജമുണ്ട്. അപ്പോൾ E1 E2 കോൺസ്റ്റൻ്റ് ആണ്, h ഓൾറെഡി പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് LHSനുള്ള ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസിയും കൂടി കോൺസ്റ്റൻ്റ് ആയിട്ട് വരണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്കുള്ള ഒരു ജമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസിഷനുമായിട്ട് ബന്ധപ്പെട്ട അത് എമിറ്റ് ചെയ്യുന്നു അബ്സോർബ് ചെയ്യുന്നതായിട്ടുള്ള ഫ്രീക്വൻസി, റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഒരു പർട്ടിക്കുലർ ലൈനായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോ ട്രാൻസിഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ലൈനുകൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ കാണപ്പെടുന്നു. ഓക്കെ, ദാറ്റ് ഇസ് വൈ ഷാർപ്പ് വെൽ ഡിഫൈൻഡ് ലൈൻസ് ആർ ഒബ്സർവ്ഡ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ദെൻ അടുത്തത് സൈമുൾട്ടേനിയസ് ഒക്കുറൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. നമുക്കറിയാം ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരേ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അത് അതിൻ്റെ n ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, ഫസ്റ്റ് ഓർബിറ്റിൽ. പക്ഷേ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നമ്മൾ കാണുന്നു ധാരാളം ലൈനുകളുണ്ട്. അവയെ നമ്മൾ 5 ഗ്രൂപ്പായിട്ട് നമ്മൾ അതിനെ ക്രോഡീകരിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, പക്ഷേ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ധാരാളം ലൈൻസ് കാണുന്നു എന്നുള്ളതിൻ്റെ വിശദീകരണം കൂടി ഈ പറയുന്ന ബോർ ആറ്റം മോഡൽ നമുക്ക് തരുന്നു. നമ്മൾ നോക്കുക, ഒരു നേരത്തെ പറഞ്ഞ ഫസ്റ്റ് തുടക്കത്തിലൊക്കെ നമ്മൾ പറയുന്ന ഈ നമ്മുടെ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്യാസോ മറ്റോ നിറച്ച് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം കിട്ടാൻ വേണ്ടി നമ്മൾ ഹൈഡ്രജൻ നിറച്ചൊരു ഡിസ്ചാർജ് ട്യൂബ് ഇമാജിൻ ചെയ്യാം. നമ്മളതിനെ ഹൈ ടെമ്പറേച്ചർ ചൂടാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ 10,000 വോൾട്ട് പോലുള്ള ഹൈ വോൾട്ടേജ് പാസ് ചെയ്തുകൊണ്ടോ നമ്മൾ അതിനെ ഒന്ന് എക്സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡിസ്ചാർജ് ട്യൂബിൽ ധാരാളം ഹൈഡ്രജൻ മോളിക്യൂളുകളാണ് ഉള്ളത് ഒരു ഹൈഡ്രജൻ ഗ്യാസ് നിറക്കുമ്പോൾ. അപ്പോൾ ഈ പറയുന്ന ആ ഒരു എക്സൈറ്റ് ചെയ്യപ്പെടുമ്പോൾ ഹൈ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജോ പാസ് ചെയ്യുമ്പോൾ അവയൊക്കെ ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അവയുടെയൊക്കെ ഇലക്ട്രോണുകൾ, ഓരോന്നിലും ഇലക്ട്രോണുകൾ ഫസ്റ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ n ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഉള്ളത്. നമ്മൾ ഈ എനർജി സ്വീകരിച്ചുകൊണ്ട് അവയിലെ ഇലക്ട്രോണുകൾ ഓരോന്നുകളും അത് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക്, അതായത് 2 3 4 5 6 7 എക്സെട്ര അത്രയും ഉയർന്ന എനർജി സ്റ്റേറ്റുകളിലേക്ക് അത് പോകുന്നു. ഇനി ആ എക്സൈറ്റ് സ്റ്റേറ്റിൽ നിന്ന് അവ തിരിച്ച് താഴ്ന്ന ലെവലുകളിലേക്ക് വരുമ്പോൾ കുറേ എണ്ണമെങ്കിലും n ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോയ ആ ഇലക്ട്രോണുകളൊക്കെ ഫസ്റ്റ് എനർജി സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നതൊക്കെ ദേ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ലൈമാൻ സീരീസ് എന്ന് പറഞ്ഞാൽ ലൈമാൻ സീരീസിന് n ഈക്വൽ ടു n1 ഈക്വൽ ടു 1, n2 ഈക്വൽ ടു
3, 2, 3, 4, 5, 6 എക്സെട്ര. ഇനി ഈ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോയ ഇലക്ട്രോണുകൾ ഓരോന്നും ഓരോ ഹൈഡ്രജൻ്റെയും അവയൊക്കെ 2 എന്ന് പറയുന്ന n=2 എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നതൊക്കെ ഗ്രൂപ്പ് ചെയ്തിട്ട് ബാൾമർ സീരീസ് ആക്കുന്നു. ഇനി 3 എന്ന് പറഞ്ഞ എനർജി സ്റ്റേറ്റിലേക്ക് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോയ ഇലക്ട്രോൺസ് ഒക്കെ തിരിച്ചു വരുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ലൈനുകളൊക്കെ ഒരു ഗ്രൂപ്പാക്കുന്നു പാസ്കൺ സീരീസ്. ഇതേമാതിരി ബ്രാക്കറ്റ് ഫണ്ട് സീരീസ് ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, മൂന്നാമത്തെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ മെറിറ്റ് ദ റേഡിയോ ഓഫ് ഓർബിറ്റ്. ഓക്കെ, ബോർ ആറ്റം മോഡലിൽ പറയുന്ന റേഡിയസ് ഓർബിറ്റുകളുടെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ കൂടി നമ്മുടെ ബോർ ആറ്റം മോഡൽ തരുന്നുണ്ട്. ദ റേഡിയസ് ഓഫ് ഓർബിറ്റ്സ് ക്യാൻ ബി ഗിവൺ ബൈ ദ ഇക്വേഷൻ Rn, റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ഈക്വൽ ടു a0 ഇൻറ്റു n സ്ക്വയേർഡ്, വേർ a0 ഈക്വൽ ടു 52.9 pm. ഓക്കെ, എന്ന് പറഞ്ഞാൽ n എത്രാമത്തെ ഓർബിറ്റിന് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിനെ സംബന്ധിച്ചിടത്തോളം റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് R1 ഈക്വൽ ടു 52.9 ഇൻറ്റു 1 സ്ക്വയേർഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 52.9 pm itself. It is called Bohr radius. Okay, as the value of n increases, the value of R will increase. നമുക്കറിയാം അല്ലേ, ഓരോ ഓർബിറ്റിൻ്റെയും എണ്ണം 2, 3, 4 എന്ന് പോകുന്നതനുസരിച്ച് അതിൻ്റെ റേഡിയസും കൂടി വരും. നാലാമത് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ഇറ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഓരോ ഓർബിറ്റിനും നിശ്ചിത എനർജി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഓരോ ഓർബിറ്റിലും കിടക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി ഊർജം കാണാനുള്ള ഒരു ഇക്വേഷൻ കൂടി ബോർ ആറ്റം മോഡൽ നമുക്ക് തരുന്നു. ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ n ഈക്വൽ ടു -rh ഇൻറ്റു 1/n സ്ക്വയേർഡ്. Energy of an electron in nth orbit En equal to -rh into 1/n square, where n equal to 1, 2, 3 etc. ഓർബിറ്റിൻ്റെ എണ്ണത്തിനെ സൂചിപ്പിക്കുന്നു. RH is called Rydberg constant. Its value equal to 2.18 into 10⁻⁻18 joule. അപ്പോൾ നമ്മൾ നേരത്തെയും റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടു 109,677 അല്ലേ. ഓക്കെ, അത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലുള്ള വാല്യൂ ആണ്, ജൂളിലുള്ള വാല്യൂ. നമുക്കിവിടെ ഊർജ്ജമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിൻ്റെ ജൂളിലുള്ള വാല്യൂ ആണ് 2.18 ഇൻറ്റു 10⁻⁻18 എന്ന് തന്നിരിക്കുന്നത്. നമുക്ക് ഒന്ന് ജനറലൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ith ഓർബിറ്റ്, ഇനീഷ്യൽ ഓർബിറ്റ് നമുക്ക് പറയാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു -rh ഇൻറ്റു 1/ni സ്ക്വയർഡ്. അതായത് ni എന്ന് പറയുന്ന ഓർബിറ്റിൽ കിടക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ nf ഓർബിറ്റ്, ദാറ്റ് ഈസ് ഫൈനൽ ഓർബിറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു EF ഈക്വൽ ടു -rh ഇൻറ്റു 1/nf സ്ക്വയർഡ്. ഇക്വേഷൻ 2 -1 ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ഇ ഡിഫറൻസ് അല്ലേ, ഡെൽറ്റ ഈക്വൽ ടു +rh ഇൻറ്റു 1/ni സ്ക്വയർ -1/nf സ്ക്വയർ. റൈറ്റ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇനീഷ്യലി ഏത് ഓർബിറ്റിലുണ്ടോ അതാണ് ni. ഫൈനൽ ഓർബിറ്റ് അത് ഏത് ഓർബിറ്റിലേക്കാണോ പോയത് അത് nf ആണെങ്കിൽ ഓക്കെ, ആ ഇലക്ട്രോൺ ആ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് മാറ്റം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ നടക്കുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്നതോ അബ്സോർബ് ചെയ്യുന്നതോ ആയിട്ടുള്ള എനർജി എത്രയാണെന്ന് നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കാണാം. ഓക്കെ, ഒരു പ്രോബ്ലം അത് വെച്ച് നമുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ അത് ഒന്നുകൂടി നമുക്കൊന്ന് പരിഷ്കരിച്ചിട്ടുകൊണ്ട് പറയാം, അല്ലെങ്കിൽ അതിൽ എനർജി കൂടി ഉൾപ്പെടുത്തി പറയാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ഡ്യൂറിങ് എ ട്രാൻസിഷൻ ഓഫ് എൻ ഇലക്ട്രോൺ ഫ്രം n ഈക്വൽ ടു 5 സ്റ്റേറ്റ് ടു ദ n ഈക്വൽ ടു 2 സ്റ്റേറ്റ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഓക്കെ, ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ ആറ്റത്തിലെ 5th സ്റ്റേറ്റിൽ കിടക്കുന്ന ഒരു ഇലക്ട്രോൺ 2nd സ്റ്റേറ്റിലേക്ക് വരുന്നു. അപ്പോഴെന്താണ്, ഹയർ ടു ലോവർ അല്ലേ. ഓക്കെ, അപ്പോൾ അത് എനർജീനെ റിലീസ് ചെയ്യുന്നു അല്ലേ. ആ റിലീസ് ചെയ്യുന്ന എനർജി എത്രയായിരിക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എന്താ ഇക്വേഷൻ, ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു RH ഇൻറ്റു +rh ഇൻറ്റു 1/ni സ്ക്വയർ -1/nf സ്ക്വയർ, ദാറ്റ് ഈസ് 2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 5th ഉള്ളത് ഇനീഷ്യലി. അപ്പോൾ ni എന്ന് പറയുന്ന ഇനീഷ്യൽ ഓർബിറ്റ് 5, nf എന്ന് പറയുന്നത് 2.
അപ്പോൾ 1/5² മൈനസ് 1/2², ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ -4.58 × 10⁻⁻⁸ ജൂൾ. ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? റിലീസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഹയർ നിന്ന് ലോവറിലേക്ക് വരികയല്ലേ, ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്യുന്ന എനർജി നെഗറ്റീവ് എനർജി ആയിട്ടും അബ്സോർബ് ചെയ്യുന്ന എനർജീനെ പോസിറ്റീവ് എനർജി ആയിട്ടും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് എനർജി കിട്ടിയത്. റൈറ്റ്. ഇനി അഞ്ചാമത്തെ ബോർ ആറ്റം മോഡലിൻ്റെ ഒരു മെറിറ്റ് ഇതാണ്. ബോർസ് തിയറി ക്യാൻ ആൾസോ ബി അപ്ലൈഡ് ടു ദ അയോൺസ് containing only one electron, similar to that present in hydrogen atom. ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഇതേമാതിരി തന്നെ He+ എന്ന് പറഞ്ഞാൽ എന്താ? ഹീലിയത്തിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അതിലൊരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ എന്താവും? He+ ആയി. അപ്പോൾ അതിലൊരു ഇലക്ട്രോണേ ഉള്ളൂ. Li2+, Be3+, ഇത്തരത്തിലുള്ള 1 ഇലക്ട്രോൺ ഉള്ള അയോണുകളുടെ കാര്യത്തിലും നമുക്ക് ബോർ ആറ്റം മോഡൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ അവയുടെ കേസിൽ 1 ഇലക്ട്രോൺ അയോൺസിൻ്റെ കാര്യത്തിൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റ് En = -2.18 × 10⁻⁻18 × z² ആണ്. റേഡിയസ് ഓഫ് nth ഓർബിറ്റിൻ്റെ ഇക്വേഷൻ 52.9 × n²/z. ഇവിടെ z എന്താണ്? അറ്റോമിക് നമ്പർ ഓഫ് ദാറ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ കാര്യത്തിൽ അത് 1 ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് z² 1 ആയി അല്ലേ. അതേസമയം നമുക്ക് മറ്റുള്ളവയുടെ കേസിൽ ഇപ്പം ഹീലിയം ആണെങ്കിൽ z2, ലിഥിയം ആണെങ്കിൽ z3. അപ്പോൾ z കറസ്പോണ്ട്സ് ടു ദ അറ്റോമിക് നമ്പർ ഓഫ് ദാറ്റ് എലമെൻറ്റ്. A question. Calculate the radius of the second orbit of Li2+. ആൻസർ നാനോമീറ്ററിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. Li2+ൻ്റെ രണ്ടാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് എന്താണ്? റേഡിയസ് Rn = A0 × n²/z. ഹിയർ A0 52.9 pm, n = 2. സെക്കൻഡ് ഓർബിറ്റിൻ്റെ അല്ലേ കാണേണ്ടത്. ലിഥിയം ആയതുകൊണ്ട് z = 3. Therefore Rn = 52.9 × 2²/3, that is 70.53 picometer. ഇനി ഹൈഡ്രജൻ ആറ്റം മോഡൽ ബോർ ആറ്റം മോഡലിൻ്റെ ചില ഡീമെറിറ്റുകൾ, ലിമിറ്റേഷൻസ്, പരിമിതികൾ, അതിന് ന്യൂനതകൾ കൂടി നമ്മൾ പറയാം. ഒന്നാമത്തത്, ഇറ്റ് കുഡൻറ്റ് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം. പിന്നീട് മനസ്സിലാക്കിയ കാര്യമാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈനുകൾ ഓരോന്നും അതിനേക്കാൾ നേർത്ത തിക്നെസ് കുറഞ്ഞ ലൈനുകളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതിനെ പറയുന്നവരാണ് ഫൈൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഫൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇറ്റ് കുഡൻറ്റ് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജനും അതുപോലെ 1 ഇലക്ട്രോൺ ഉള്ള അയോണുകളുടെ കാര്യത്തിൽ നമുക്ക് ബോർ ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, പക്ഷേ ഈ 1 ഇലക്ട്രോണിൽ കൂടുതലുള്ള ആറ്റങ്ങളുടെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത് അപര്യാപ്തമാണെന്ന് അർത്ഥം. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് എഫക്റ്റ് ആൻഡ് സീമാൻ എഫക്റ്റ്. എന്താണത്? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് സ്റ്റാർക്ക് എഫക്റ്റ് ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് സീമാൻ എഫക്റ്റ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈദ്യുത മണ്ഡലത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്പെക്ട്രൽ ലൈനുകൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് വിഘടിച്ച് അതിനേക്കാൾ നേർത്ത ലൈനുകളായിട്ട് മാറുന്നു. അതിനെ സ്റ്റാർക്ക് എഫക്റ്റ് എന്നും കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനത്തിലുള്ള ഈ സ്പ്ലിറ്റിങ്ങിനെ പറയുന്നവരാണ് സീമാൻ എഫക്റ്റ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത് അപര്യാപ്തമാണ്. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ എബിലിറ്റി ഓഫ് ആറ്റംസ് ടു ഫോം മോളിക്യൂൾസ് ബൈ ഹൈഡ്രജൻ കെമിക്കൽ ബോണ്ട്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ആറ്റംസ് ആർ സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു. സ്റ്റേബിൾ ആണെങ്കിൽ അല്ലേ, വൈ ഡു ദേ കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ് ആൻഡ് കോമ്പൗണ്ട്സ്? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡൽ കഴിഞ്ഞില്ല. ഇറ്റ് ഡിഡൻറ്റ് കൺസിഡർ ദ വേവ് ക്യാരക്ടർ ഓഫ് മാറ്റർ ആൻഡ് ഹൈസൻബർഗ് അൺസർട്ടി പ്രിൻസിപ്പിൾ. മാറ്ററിന് വേവ് സ്വഭാവം കൂടിയുണ്ട്, പാർട്ടിക്കിൾ ക്യാരക്ടർ പുറമെ നമ്മൾ പഠിക്കാൻ പോകുന്നു. അതുപോലെ ഹൈസൻബർഗ് അൺസർട്ടി പ്രിൻസിപ്പിൾ അതും പഠിക്കാൻ പോകുന്നുണ്ട്. അതൊന്നും ഉള്ള വിശദീകരണം നൽകാൻ ബോർ ആറ്റം മോഡലിന് കഴിഞ്ഞിട്ടില്ല. ഓക്കെ,
Zeeman effect, Stark effect, splitting of spectral lines observed in a strong electric field is called Stark effect. Splitting in magnetic field is called Zeeman effect. Okay, second assignment നിങ്ങൾക്ക് തരാണ്. Give the postulates of Bohr model of hydrogen atom. Also write two merits and two limitations of this model. Bohr atom മോഡലിലെ പോസ്റ്റ്ലേറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അത് എഴുതുക. അതിൻ്റെ രണ്ട് ഏതെങ്കിലും മെറിറ്റുകളും രണ്ട് ഡീമെറിറ്റ്സും നിങ്ങൾ എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് when the excited electron of hydrogen atom in n equal to 6 drops to the ground state n equal to 1. സിക്സ്ത് സ്റ്റേറ്റിലുള്ള ഒരു ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന 1 എന്ന് പറയുന്ന n equal to 1 സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന ലൈൻസിൻ്റെ എണ്ണം, പരമാവധി എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാണ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ഹിൻഡ് തരാം, ഒരു സൂചന തരാം. ദ മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് ഈക്വൽ ടു n into n minus 1 divided by 2. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഹയർ റേഞ്ച് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ വരുമ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ലൈനുകളുടെ എണ്ണം കാണാൻ ഒരു ഇക്വേഷൻ n into n minus 1 divided by 2. ഇപ്പോൾ ഇവിടെ n equal to 6 ആണ്. 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അതിന് ആൻസർ കണ്ടെത്തുക. ഓക്കെ, ഇനി നമുക്കുടെ മോഡേൺ കൺസെപ്റ്റ് റിഗാർഡിങ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റം മോഡൽ ഇതാണത്. ദാറ്റ് ഈസ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ അല്ലെങ്കിൽ വേവ് മെക്കാനിക്സ് എന്ന് പറയും. അതിലേക്കും നയിച്ച രണ്ട് പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളുണ്ട്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അസൈൻമെൻറ്റ് ചെയ്ത് നോക്കുക.